ഹലോ നമസ്കാരം, നൗഷാദ് വണ്ടൂരാണ്. അപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് ഒലവക്കോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒലവക്കോട് നമുക്കറിയാം എല്ലാവർക്കും, നമ്മുടെ ട്രെയിന് പഴയ ഒരു എൻജിൻ ഇവിടെ വെച്ചിട്ടാണ് നല്ല അത് ഒരു കാണിക്കുന്നത്. ആ പഴയ എൻജിനെ വെച്ചിട്ട് ഒന്നും പറയാനില്ല, അടിപൊളി ഉള്ളൊരു വൈബ്, രാത്രി വൈബായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പോകുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ പോകുന്നത് പറയുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ എൻജിൻ കാണുമ്പോൾ ഒരു മനസ്സിലെ പഴയ ഓർമ്മകൾ, കൽക്കരി ഇതാക്കിയിട്ടുള്ളത് ഇലക്ട്രിക് സംവിധാനം വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഓർമ്മ അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, എന്താ വെച്ചാൽ സുഹൃത്ത് മുന്നേ കൂട്ടി തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചപ്പോൾ അവനൊരു ജോലി ആയതുകൊണ്ട് ആ രീതിയിൽ അവനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇന്നലെ രാത്രി 8 മണി വരെ അത് കൺഫർമേഷൻ ആയിട്ടില്ലായിരുന്നു. പക്ഷേ 8 മണിക്ക് ശേഷമാണ് അത് കൺഫേം ആയത്. ഞാനും എൻ്റെ പാർട്ട്ണറുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പതാക ഇങ്ങനെ പാറി പറക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ള വലിയൊരു പതാക, അതിങ്ങനെ പാറി പറക്കുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പതാക കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, വലിയൊരു തന്നെയായിരുന്നു. എന്തായാലും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രെയിന് വരുന്നത് 10:10 ശരിക്കും സമയം പറഞ്ഞത്, പക്ഷേ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിൻ്റെ ആ സമയത്തൊന്ന് കുറച്ച് പുറത്തു കൂടെ ഇറങ്ങി കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക എന്ന് പറഞ്ഞു. പക്ഷേ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പിന്നെ ട്രെയിന് വന്നത്. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച്, ഞാനും പാർട്ണറും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കുറച്ച് വിഷ്വൽസുകളൊക്കെ എടുത്തു വെച്ചു. ഇനി രാത്രി 10 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും ചെന്നൈക്ക് എത്തും. പോകാനുള്ള ട്രെയിന് ഒരു 10:35 കൂടിയിട്ട് നമുക്ക് എത്തി. അപ്പോൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ എത്തി. ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ട്രെയിന് കുറച്ച് ഞങ്ങൾ ഞാനും പാർട്ട്ണറും അങ്ങനെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ കുറേ ആളുകൾ ഇതേപോലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. യാത്രക്കാരെ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ട്രെയിനിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ട്രെയിനിൽ നല്ല കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയുള്ളത്. നമ്മളെ കമ്പാർട്ട്മെൻ്റ് എത്തി, ഞങ്ങൾ അതിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ട്രെയിന് അങ്ങനെ അതായി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ട്ണർ മുന്നേക്ക് സൂപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്താ വെച്ചാൽ പോണം, അതേപോലെ നബിദിനൊക്കെ പല ആഘോഷങ്ങളും നടക്കുന്ന നല്ല ദിവസമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു യാത്ര, നല്ലൊരു അടിപൊളി യാത്ര ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ അങ്ങനെ കമ്പാർട്ട്മെൻറ്റ് കിട്ടി, സീറ്റ് തിരഞ്ഞ് ആൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ട്ണർ പറയാൻ പറ്റില്ല, എൻ്റെ എളാപ്പന്നെയാണ്. ഞങ്ങൾ രണ്ടാളും പാടെ കൂടിയിട്ടാണ് പാർട്ട്ണർമാർ. വേറൊരു പാർട്ട്ണറും കൂടി ഉണ്ട്, അദ്ദേഹം ഈ ഒരു ഇതിൽ യാത്രയിലില്ല. അടുത്ത യാത്രയിൽ എന്തായാലും ഞങ്ങൾ ഒരുമിക്കുന്നുണ്ടാവും. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിലേക്ക് തിരഞ്ഞ് സീറ്റൊക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ച് കാര്യങ്ങളിതായി. ട്രെയിൻ യാത്ര തുടങ്ങാൻ വേണ്ടി മുന്നോടിയായിട്ട് സീറ്റൊക്കെ കൺഫേം ചെയ്ത് ഓക്കെ ആയില്ല ആ രീതിയിൽ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി തുടരെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തായാലും ഇൻഫർമേഷനൊക്കെ നമ്മളെന്തായാലും തരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൂപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ഞങ്ങൾ ബാഗൊക്കെ വെച്ച് ട്രെയിനിപ്പോൾ ഏകദേശം ട്രെയിൻ എടുക്കാനായിട്ടുണ്ട്. ഇനി എന്തായാലും ചെന്നൈയിലെത്തിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെന്നൈയിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ട്രെയിന് സ്റ്റാർട്ട് ചെയ്തു, യാത്ര തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചെന്നൈക്ക് പോകുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ 2002 സമയങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫാമിലി അവിടെ ഉള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെന്നൈക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നു. അതിന് ശേഷം ഇപ്പോൾ 2025 യാത്ര, അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ബിസിനസ് ടൂർ എന്ന് തന്നെ പറയാം അല്ലേ. പാർട്ട്ണറായിട്ട് ഞങ്ങൾ ബിസിനസ് ടൂറുമായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കറിയാം പാലക്കാടിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് കാണാം. ആ മല കോട മൂടി നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ എന്തായാലും ബാക്കി
വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ ഓരോ ഭാഗമായിട്ട് നമ്മളെന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നൗഷാദ് വണ്ടൂർ. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല, ഞാനൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഞാനെന്താ വെച്ചാൽ ആ ഒരു വർഷം ഞാൻ 2002 ഇതേപോലെ ഒരു വെക്കേഷനിൽ മദ്രാസിലേക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലീൻ്റെ അടുത്ത് സുഹൃത്തിനെ കാണാൻ മദ്രാസിക്ക് ഞാൻ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിരുന്നു. അതിനുശേഷം 23 വർഷമായി വീണ്ടാമതും മദ്രാസിലേക്ക് യാത്ര ചെയ്യാണ്. ഒരു വലിയൊരു ഓർമ്മകളാണ്. 23 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടാമതും ചെന്നൈയിലേക്ക് പോകുന്നത്. അതൊരു ബിസിനസ് ആവശ്യാർത്ഥമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ബാക്കി യാത്രയും യാത്രാവിശേഷങ്ങളൊക്കെ എന്തായാലും ഇനി എല്ലാവരെയും അറിയിക്കുന്നുണ്ടാവും. അതുകൂടാതെ പിന്നെ നമുക്കറിയാമല്ലോ ട്രെയിനിലെ കച്ചവടവും കാര്യങ്ങളും, കുറുകുറു അങ്ങോട്ട് വാച്ച് കച്ചവടം, മൊബൈൽ റീചാർജ്, അതേപോലെ കുറേ കാര്യങ്ങൾ ട്രെയിനിൽ നമുക്ക് രസകരമായിട്ടുള്ള ഇനി കുറേ ആളുകൾ വരാൻ, ഈ യാത്രേൻ്റെ ഇടയിൽ കുറേ ആളുകൾ വരാനുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ മാക്സിമം എടുത്ത് നിങ്ങളെന്തായാലും കാണിക്കുന്നുണ്ടാവും. വാച്ച് കച്ചവടക്കാർ തിരക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ അടുത്തേക്ക്. ട്രെയിൻ വളരെ കാലിയായിട്ടാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇതിൽ വരുന്നത്. नहीं चाहिए तो नहीं ഓക്കെ ശുക്രിയ. ഭക്ഷണത്തിന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഇത് റെയിൽവേൻ്റെ ഉള്ളിൽ നിന്ന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം വേണോ ചോദിച്ചിട്ട്. എന്തായാലും നമ്മളത് എന്തായാലും കഴിക്കില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ പുറത്തുനിന്ന് നോക്കുക എന്നല്ലാതെ ഇവിടുന്ന് കഴിക്കൽ വളരെ ഇതാണ്. പല വീഡിയോകളും കാണുമ്പോൾ എന്താ വെച്ചാൽ കഴിക്കാൻ അത്ര തോന്നിക്കൂല. എന്തായാലും ബൈ ബൈ. നൗഷാദ് വണ്ടൂർ.